അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ പുറത്തും ഫോട്ടോയിൽ, വീഡിയോകളിൽ, സിനിമകളിൽ ഒക്കെ കണ്ടേക്കുന്ന സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ആൽപ്സ് കണ്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാണ്. അപ്പോൾ നമ്മളിന്ന് ആൽപ്സ് കാണാൻ പോവാണ്. നമ്മൾ ഏതൊരു സ്റ്റേഷനിൽ വന്ന് വാവളിച്ചിന്ന് ഇതെങ്ങോടെ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ചു, ഏത് ട്രെയിനിലാണ് പോകേണ്ടതെന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ട്രെയിനിൽ കയറിപ്പോയി. സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങളൊക്കെ പോയി കാണണമെന്നേ ഞാൻ പറയുള്ളൂ. ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിയാണ്. വെറുതെ ട്രെയിനിലിരുന്ന് ഇങ്ങനെ കാണാൻ തന്നെയുണ്ട് ഒരുപാട്. ആദ്യമായിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറഞ്ഞു. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? സ്വിറ്റ്സർലൻഡ്. അതും പഠിക്കാനല്ല, ഷെങ്കൻ വിസ, ടൂറിസ്റ്റ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇനി ഇതിൻ്റെ ഒരു വലിയ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറണം. അത് രണ്ട് രീതിയിൽ കയറാം. ഹൈക്ക് ചെയ്തും കയറാം, പിന്നെ അവിടെ കേബിൾ കാറുണ്ട്. കേബിൾ കാർ വഴി കയറാം. നമ്മൾ കേബിൾ കാർ വഴിയാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമില്ല. ഇങ്ങനെ പോണ വഴിക്ക് താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസം. നമ്മളിതൊക്കെ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങളിതിൻ്റെ മുകളിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് നടന്ന് പോകാനുള്ള സ്ഥലമാണ്. നമ്മളിനി ആൾക്കാർ നടക്കുന്നതിൻ്റെ ഒപ്പം നടന്ന് ഇതിൻ്റെ ഏറ്റവും അറ്റത്തൊരു സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ ഈ സ്പോട്ടിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ പുറത്തും ഫോട്ടോയിൽ, വീഡിയോകളിൽ, സിനിമകളിൽ ഒക്കെ കണ്ടേക്കുന്ന ഡ്രീം ഡെസ്റ്റിനേഷനിലാണ്. ഈ പ്ലേസ് നമ്മൾ ആസ്വദിച്ച് കഴിയുമ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇനി ഒരുപാട് കാണാനുണ്ട്. ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.